കൊച്ചി പുറംകടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട വ്യാപിക്കുന്നത് തടയാൻ നടപടികൾ തുടർന്ന് കോസ്റ്റ് ഗാർഡ്. കോസ്റ്റ് ഗാർഡിന്റെ 3 വെസലുകൾ ഇപ്പോഴും ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് തുടരുകയാണ്. ഇതുവരെ എണ്ണപ്പാട തീരത്തേക്ക് എത്തിയിട്ടില്ല. വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കഴിഞ്ഞ ദിവസം വ്യക്തമായ കാര്യം, ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്തിന് 2 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് എണ്ണപ്പാട ഉണ്ട് എന്നുള്ള തരത്തിലായിരുന്നുവല്ലോ. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് ഇപ്പോൾ ഈ എണ്ണപ്പാട അത് തടയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് വിഷ്ണു? ഉമേഷ, ഈ അപകടം നടന്ന ഏകദേശം 3 ദിവസം പിന്നിടുമ്പോഴും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണം ഇപ്പോഴും ഈ അപകട സ്ഥലത്ത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോസ്റ്റ് ഗാർഡിന്റെ 3ഓളം ഷിപ്പുകൾ ഇപ്പോഴും ഈ എണ്ണപ്പാട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പൊല്യൂഷൻ മലിനീകരണം തടയുന്നതിന് വേണ്ടി ഇപ്പോഴും അവിടെ തുടരുകയാണ്. ICG സക്ഷം, അതോടൊപ്പം തന്നെ ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെസലായ സമുദ്ര പ്രഹരി, ഈ 2 വെസലുകളും അവിടെ ഉണ്ട്. ഇവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ എണ്ണപ്പാട ഇതിനോടകം തന്നെ 2 നോട്ടിക്കൽ മൈൽ മാത്രമാണ് പടർന്നിട്ടുള്ളത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി എയർ ഡ്രോണിയറും അവിടെ ഉണ്ട്. അത് ആദ്യ ദിവസം മുതൽ എയർ ഡ്രോണിയർ ഉണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ബൂം ചെയ്ത് അത് പ്രതിരോധിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചു വരുന്നത്. ഒരു തരത്തിലും ഇപ്പോൾ കേരള തീരത്തേക്ക് ഈ എണ്ണപ്പാട എത്തിയിട്ടില്ല എന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉറപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് അല്പസമയം മുമ്പ് കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടത്. നേവിയും അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും അവിടെ ചർച്ചകളും ഒക്കെ പുരോഗമിക്കുകയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും. ഷിപ്പിംഗ് കമ്പനി ആയിരിക്കും നടത്തുക. ഒപ്പം സാൽവേജും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ പ്രധാനപ്പെട്ട കപ്പൽ ചാലിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് വരുന്ന മറ്റു ഷിപ്പുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സാൽവേജ് ഷിപ്പ് എത്തി ഈ കപ്പലിനകത്തുള്ള ബാക്കി കണ്ടെയ്നറുകൾ എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് പിന്നീട് മറ്റു കപ്പലുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് പ്രൊപ്പല്ലർ അടക്കം ഈ കണ്ടെയ്നറിലും ഷിപ്പിലും ഒക്കെ തട്ടി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ആ കപ്പൽ ചാലിനെ തന്നെ പൂർണ്ണമായും ബാധിക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ നടന്ന സംയുക്ത മീറ്റിംഗിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് സാൽവേജ് ഷിപ്പ് എത്തിച്ച ഇതിന്റെ അവശിഷ്ടങ്ങളടക്കം നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. ആ നടപടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് ഈ എണ്ണച്ചോർച്ച അല്ലെങ്കിൽ എണ്ണപ്പാടി പരക്കുന്നത് തടയാനുള്ള നടപടികളും ശക്തമാണ്. ഉന്മേഷം.